ജാസ്മിൻ സ്വിച്ച് ഇട്ട പോലെയാണ് ഇമോഷൻസ് ചേഞ്ച് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് ജാസ്മിന്റെ ഫാദർ ആ മാല തിരിച്ചു വാങ്ങുന്ന സമയത്ത് ജാസ്മിൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയത് നമുക്ക് കണ്ടതാണ്, കരയുന്നത് കണ്ടതാണ്. അത്തായോട് പറയുന്നുണ്ട് എനിക്ക് ആകെയുള്ള ഒരു സപ്പോർട്ടാണ് എന്ന്. പക്ഷേ ജാസ്മിന്റെ ഫാദർ ആ മാല തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഫോട്ടോയും എടുത്തു പോയതിനു ശേഷം ഉമ്മയോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ജാസ്മിൻ കരയുന്നുണ്ട്. ഒരുപാട് സമാധാനപ്പെടുത്തിയിട്ടാണ് ഉമ്മ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ പുറത്ത് വന്നതിന് ശേഷം സ്വിച്ച് ഇട്ട പോലെ ജാസ്മിൻ ആ ഒരു ഹാപ്പി മോഡിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നീട് കിച്ചണിൽ നിന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഫുൾ ഹാപ്പി മോഡിൽ സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ജാസ്മിന്റെ ഫാദർ അവിടെ വെച്ച് ഒരു അബദ്ധം പറഞ്ഞത് കൊണ്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്ന സമയത്ത് ജാസ്മിൻ വന്ന് പറയുന്നതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരാൾക്ക് ഇമോഷൻ ചേഞ്ച് ആകുമെന്ന് തോന്നും. കാരണം എന്താണ് ഇവിടെ ഒപ്പിച്ചത് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഒരു ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് അത് സ്വിച്ച് ആവാൻ പറ്റില്ല. ഇനിയിപ്പോ ജാസ്മിന്റെ ഫാദർ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഇമോഷൻ പിടിക്കും, കരച്ചിലായിരിക്കും, പീസിലായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.